പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വീണ്ടും പുകഴ്ത്തി കോൺഗ്രസ്സുകാരുടെ മൊത്തം ശാപം വാങ്ങി തലയിലേക്ക് വയ്ക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ എം പി ശശി തരൂർ. വീണ്ടും വീണ്ടും തുടർ ഞെട്ടലുകളിൽ വലയുകയാണ് രാഹുൽ ഗാന്ധിയും AICC ആസ്ഥാനവും. ഇത്തവണ തരൂർ പൊട്ടിച്ച ബോംബെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജം സമാനതകളില്ലാത്തതാണെന്നും ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്വത്താണ് ആ ഊർജവും ചലനാത്മകതയും എന്നാണ് ശശി തരൂർ ദി ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിൽ തുറന്നടിച്ചത്. BJP നേതാക്കൾ പോലും നരേന്ദ്രമോദിയെക്കുറിച്ച് ഇത്ര മനോഹരമായ വാക്കുകൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ വാക്കുകൾ ഞെട്ടലോടെ തന്നെ രാഹുൽ ഗാന്ധിയും കൂട്ടരും കേട്ടതും. പാർട്ടിയെ മറികടന്ന് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർ ദൗത്യം ഏറ്റെടുത്ത് വീണ്ടും വിദേശ പര്യടനത്തിലാണ് ഇപ്പോൾ ശശി തരൂർ. BJPക്ക് വേണ്ടിയല്ല, ഇന്ത്യക്ക് വേണ്ടിയാണ് തൻ്റെ ഈ ദൗത്യമെന്ന് തരൂർ ആവർത്തിച്ച് കോൺഗ്രസിൻ്റെ പാർട്ടി ക്ലാസുകളിൽ പറയുന്നുമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള നയതന്ത്ര ഇടപെടലിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി തരൂർ രണ്ടാമതും വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുന്നത്. അങ്ങനെയാണ് തരൂർ നരേന്ദ്രമോദിയുടെ വിദേശ വിശദീകരണ ചലഞ്ച് ഏറ്റെടുത്തത്. പക്ഷേ എന്താണ് കോൺഗ്രസ് പറയുന്നത്? കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് MP കൂടിയായ ശശി തരൂർ കാട്ടിക്കൂട്ടുന്നത്. ഇതാണ് അസൂയാലുക്കളായ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ മുറുമുറുക്കൽ. അതങ്ങ് സോണിയാഗാന്ധിയുടെ ഓഫീസ് വരെ എത്തി. രാഹുൽ ഗാന്ധി ഒരു മാസം മുമ്പ് തന്നെ തരൂരിന് മുഖം കൊടുക്കാതെയായി. മല്ലികാർജ്ജുൻ ഖാർഗെയും ഒട്ടും മോശമല്ലായിരുന്നു. ഖാർഗെയും ഇക്കാര്യം പറഞ്ഞ് തരൂരിനെ അകറ്റി മുഖം വീർപ്പിച്ച് കടന്നു. എന്നിട്ടെന്തായി? ആദ്യ ദൗത്യം കഴിഞ്ഞ് വന്ന ശശി തരൂരിനെ കൂട്ടരെയും നേരിട്ട് സ്വീകരിച്ച് കുശലാന്വേഷണം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. US അടക്കം രാജ്യങ്ങളിൽ ചെന്നപ്പോഴുള്ള പ്രതികരണം എന്തായിരുന്നെന്ന് നരേന്ദ്രമോദി തരൂരിൽ നിന്ന് നേരിട്ട് കേട്ടറിഞ്ഞു. അല്ലാതെ ഈ തരൂർ ഒരു കോൺഗ്രസ്സുകാരനല്ലേ, അവിടെ ഇരിക്കട്ടെ, ഈ സംഘത്തിൽപ്പെട്ടൊരു BJPക്കാരൻ വന്ന് ബ്രീഫ് ചെയ്യൂ എന്നല്ല നരേന്ദ്രമോദി പറഞ്ഞത്. അതാണ് നരേന്ദ്രമോദിയുടെ ആ ലോകം അംഗീകരിച്ച നയതന്ത്രമെന്ന് പക്ഷേ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒന്നും മനസ്സിലാക്കിയതേയില്ല. മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പിന്തുണച്ച തരൂരിനെതിരെ അങ്ങനെ കോൺഗ്രസ് യോഗങ്ങളിൽ രൂക്ഷ വിമർശനമാണ് തുടക്കം മുതലേ ഉയർന്നത്. പാർട്ടിയോട് ആലോചിക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യപ്രകാരം വിദേശത്തേക്ക് പോയി ത്രിരാഷ്ട്ര നയതന്ത്ര ദൗത്യം പൂർത്തിയാക്കി. ഇതൊക്കെയായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ അതൃപ്തിക്ക് കാരണം. പ്രവർത്തക സമിതിയിലെ സ്ഥിരാംഗമായിരുന്നിട്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നതിന് തരൂർ കാണിക്കുന്നത് പാർട്ടി ദ്രോഹമാണെന്ന് ചിലർ പറഞ്ഞു വെച്ചു. അപ്പോൾ തരൂർ തിരിച്ചു വെച്ചത് രാജ്യദ്രോഹം ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ പാർട്ടി ദ്രോഹമെന്ന്. അതിന് മറുപടിയില്ല. പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യമായാണ് തരൂരിൻ്റെ ഈ പ്രവൃത്തികളെയൊക്കെ ഇപ്പോൾ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. പക്ഷേ നടപടിയൊന്നും എടുക്കാൻ വയ്യ. കാരണം തരൂർ ഇപ്പോൾ ലോക സമ്മതനായി മാറിക്കഴിഞ്ഞു. തരൂർ ഇപ്പോൾ BJPയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഔദ്യോഗിക ജിഹ്വയാണ്. നരേന്ദ്രമോദിക്ക് US ചെന്നപ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ മോദി നേരിട്ട് പോകണമെന്നില്ല. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ നേരിട്ട് പോകണമെന്നില്ല. തരൂരിനറിയാൻ കാര്യങ്ങൾ, തരൂരിന് വിട്ടാൽ മതിയെന്ന ഒരു ധാരണ തരൂർ തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് തരൂരിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടണ്ട എന്നും തൽക്കാലം മുറുമുറുത്തു കൊണ്ടിരിക്കാമെന്നും തക്ക സമയത്ത് ഇടപെടേണ്ടി വരുമെന്നുമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തരൂർ കടുത്ത പാർട്ടി നയലംഘനം നടത്തിയെന്ന് വ്യക്തമാകുമ്പോൾ നടപടി എടുക്കാമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡും. എന്തായാലും പാർട്ടി എന്ത് നടപടി എടുത്താലും അത് ഓരോ നടപടിയും തരൂരിന് വീണ്ടും ശക്തി പകരുന്നതാകുമെന്ന് വ്യക്തമായിട്ട് അവർക്ക് തന്നെ അറിയാം. തരൂർ ഇപ്പോൾ ചെയ്യുന്നത് പാർട്ടി വിരുദ്ധതയാണെന്നതിൽ നേതൃത്വം സംശയമില്ല. തരൂരിനെ വിദേശകാര്യ പാർലമെൻറ്റ് സമിതിയുടെ ചെയർമാനാക്കാൻ പാർട്ടിയാണ് നിർദ്ദേശിച്ചത്. അത് അബദ്ധമായി പോയെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. വിദേശ സന്ദർശനമെന്ന ദൗത്യം ഏറ്റെടുക്കുന്നത് ആ പദവിയുടെയും വ്യക്തിപരമായ തൻ്റെ കഴിവിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണെന്ന് UN രക്ഷാസംഘടനയിൽ ഉന്നത പദവി വഹിച്ച് കഴിഞ്ഞിരുന്ന ശശി തരൂർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാർട്ടിക്കുള്ളിൽ കൂടി ആലോചിക്കേണ്ടതെന്നാണ് തരൂരിൻ്റെ നേതാക്കളുടെ ചോദ്യം. പിന്നെ നിലമ്പൂരിലെ പ്രസ്താവന, തന്നെ ആരും വിളിച്ചിരുന്നെങ്കിൽ താൻ നിലമ്പൂരിൽ വന്നേനെന്ന് തരൂർ പറഞ്ഞത് വാസ്തവമാണ്. പക്ഷേ അത് പല നേതാക്കളെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ മിക്ക നേതാക്കളും നിലമ്പൂരിലെത്തിയത് ആരും വിളിച്ചിട്ടില്ലെന്നാണ് അതിന് പറയുന്ന ന്യായീകരണം. വിളിക്കാതെ വരുന്നത് എങ്ങനെ എന്ന തരൂരിൻ്റെ ചോദ്യത്തിന് വരാമല്ലോ എന്ന ഒരൊറ്റ ഉത്തരം നൽകി പുസ്തകം മടക്കുകയാണ് ഇപ്പോൾ
കോൺഗ്രസ് നേതാക്കളും. ദി ഹിന്ദു ദിനപത്രത്തിൽ ലേഖനങ്ങൾ കേന്ദ്ര സർക്കാരിന് മോദിയും തരൂർ ആവോളം പൊഴുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നല്ല പിന്തുണ ആവശ്യമാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ സന്ദേശമായിരുന്നെന്നും അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നത് ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ ശബ്ദമാണെന്നും തരൂർ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഐക്യത്തിൻ്റെ ശക്തി, വ്യക്തമായ ആശയവിനിമയത്തിൻ്റെ ഫലപ്രാപ്തി, മൃദുശക്തിയുടെ തന്ത്രപരമായ മൂല്യം, നിരന്തരമായ പൊതുനയത്തിൻ്റെ അനിവാര്യത, ഇതൊക്കെയാണ് താൻ പഠിച്ച പാഠങ്ങൾ, ഇന്ത്യ നൽകിയ പാഠങ്ങൾ. സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളുടെ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇതൊക്കെ മാർഗനിർദ്ദേശക തത്വങ്ങളായി അവശേഷിക്കും, പ്രവർത്തിക്കും. കൂടുതൽ നീതിയുക്തവും സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ലോകത്തിനായി താൻ എപ്പോഴും ശ്രമിക്കുമെന്ന് തരൂർ എഴുതുന്നു. ഇതായിരുന്നു US-ലും വിദേശ രാജ്യങ്ങളിലും തൻ്റെ പ്രധാന സന്ദേശങ്ങളിലൊന്നെന്ന് തരൂർ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യ തൻ്റെ വളർച്ചയിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഭീകരവാദത്തെയും യുദ്ധത്തെയും ഒഴിവാക്കണമെന്ന ഘടകമായാണ് ഇന്ത്യ കണക്കാക്കുന്നത്. തടസ്സമായിട്ട് പാകിസ്ഥാനിൽ നിന്നും തങ്ങൾ ആഗ്രഹിക്കുന്നത് തങ്ങളെ ജനങ്ങളെ സേവിക്കാൻ തങ്ങളെ വെറുതെ വിടണമെന്നാണ്. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഓരോ ആക്രമണത്തിനും ഇന്ത്യ കനത്ത വില നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് തരൂർ വിദേശത്ത് പോയി മുന്നറിയിപ്പ് നൽകിയതെന്ന് തരൂർ തന്നെ എഴുതുന്നുണ്ട്. തരൂരിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടെന്ന് കോൺഗ്രസ്സുകാർ അംഗീകരിച്ചില്ലെങ്കിലും BJPക്കും നരേന്ദ്രമോദിക്കുമൊക്കെ ഒരു അംഗീകാരം നൽകാൻ മനസ്സുണ്ടായിരുന്നു. ഇതാണ് ഈ ലേഖനം എഴുതിയതോടെ തരൂരും വ്യക്തമാക്കിയിരിക്കുന്നത്.